ഇൻ്റർനെറ്റും ലാപ്ടോപ്പും ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ ഇരുന്ന് സമ്പാദിക്കാൻ പറ്റുന്ന കുറേയേറെ മാർഗ്ഗങ്ങളുണ്ട്. അതിലൊന്നാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ മറ്റൊരാളുടെ പ്രൊഡക്റ്റിനെയോ സർവീസിനെയോ നമ്മൾ മുഖേന സെല്ല് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സ്വന്തമായിട്ട് പ്രൊഡക്റ്റ് നമുക്ക് വേണ്ട, പക്ഷേ മാർക്കറ്റിംഗ് സ്കിൽസ് നമുക്ക് വേണം. അപ്പോൾ ഇവിടെ നിങ്ങൾ കാണുന്നത് ഇമ്പാക്റ്റ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഞാൻ അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിന് യൂസ് ചെയ്യുന്നത് ഇമ്പാക്റ്റാണ്. ഞാൻ ഒരു വലിയ രീതിയിൽ അഫിലിയേറ്റ് ചെയ്യുന്ന ആളല്ല, പക്ഷേ എനിക്ക് പല എക്സ്പെരിമെൻസിനും വേണ്ടിയിട്ടൊക്കെ ഞാൻ ചെയ്യുന്നതാണ് ഈ അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിൻ്റെ ഈ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്ന ഡാഷ്ബോർഡ് വഴി. ഇതുപോലെ കുറേയേറെ മാർക്കറ്റ് പ്ലേസസ് നമുക്ക് അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിലുണ്ട്. ഇതിൽ ഇമ്പാക്റ്റ് എന്ന് പറയുന്നതിൽ നമുക്കിവിടെ കുറേയേറെ ബ്രാൻഡുകൾ അഫിലിയേറ്റ് പ്രോഗ്രാംസ് സെല്ല് ചെയ്യുന്നത് കാണാം. അതായത് അവരുടെയൊക്കെ അഫിലിയേറ്റ് പ്രോഗ്രാമിൽ നമുക്ക് സൈനപ്പ് ചെയ്യാം. അപ്പോൾ എല്ലാ ബ്രാൻഡുകളും നമുക്ക് സൈനപ്പ് ചെയ്യുമ്പോൾ അപ്രൂവൽ തരാറില്ല. നമ്മളുടെ ക്വാളിറ്റിയും നമ്മൾ എങ്ങനെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നമ്മളുടെ എങ്ങനെയൊക്കെയാണ് നമ്മുടെ സ്ട്രാറ്റജീസ്, ഇതൊക്കെ നോക്കിയിട്ടാണ് പലരും നമുക്ക് അപ്രൂവൽ തരുന്നത്. ഇവിടെ എല്ലാം അപ്ലൈ എന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ടാവും. അപ്പോൾ ചിലയിടത്തൊക്കെ നോക്കുമ്പോൾ അപ്ലൈ എന്ന് കാണും. ബിക്കോസ് ഞാൻ ഓൾറെഡി അവിടെ അപ്ലൈ ചെയ്തിട്ട് എന്നെ റിജക്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികളാണ് അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് പരിചയമുള്ള ബ്രാൻഡുകൾ കാണാം, പരിചയമുള്ള സർവീസുകൾ കാണാം. ഇതിലേതാണോ നമുക്ക് കംഫർട്ടബിൾ അവരുമായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്യാനായിട്ട് നിൽക്കുക. ഇപ്പോൾ ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് ഇത്രയും ബ്രാൻഡ് ഉണ്ടെങ്കിലും എൻ്റെ ബ്രാൻഡ്സ് എന്ന് പറയുന്നത് ആകെ ഈ 4 എണ്ണമാണ്. അതിലൊന്ന് ഒരു SSL എന്ന് പറയുന്ന ബ്രാൻഡ്. ഇതെന്ന് പറയുന്നത് നമ്മൾ SSL സർട്ടിഫിക്കറ്റ്, അതായത് വെബ് ഹോസ്റ്റിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സെക്യൂരിറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങുന്ന ഒരു കമ്പനിയാണ്. പിന്നെ എൻവാറ്റോ മാർക്കറ്റ്, ഇതൊരു തീം, വേർഡ്പ്രസ് തീം, ഷോപ്പിഫൈ തീമൊക്കെ സെല്ല് ചെയ്യുന്നൊരു കമ്പനിയാണ്. പിന്നെ നെയിം ചീപ്പ് എന്ന് പറയുന്നൊരു ഹോസ്റ്റിംഗ് ഉണ്ട്. പിന്നെ ഒരു DH ഗേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു മെൻസ് അപ്പാരൽ, വിമൻ അപ്പാരൽ പോലെ, അതായത് B2B സൈറ്റാണ്. അത് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. SSLും ഞാൻ അധികം യൂസ് ചെയ്തിട്ടില്ല. ഞാൻ യൂസ് ചെയ്യുന്നത് എൻവാറ്റോയും നെയിം ചീപ്പുമാണ്. അപ്പം എനിക്ക് അവിടുന്ന് ഒരു റിപ്പോർട്ട് ബേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ കമ്പനിയുടെയും പെർഫോമൻസ് വൈസ് റിപ്പോർട്ട് എനിക്കിവിടെ കാണാൻ പറ്റും. ഞാൻ കുറേ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ കാര്യമായിട്ട് അത് പ്രൊമോഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു റീസെൻ്റായിട്ടുള്ള ഒരു ഗ്രാഫ്. അപ്പോൾ ഈ മാസം എനിക്ക് ഏണിങ്സ് ഒന്നും തന്നെ ഇല്ല. ഈ കാണുന്നൊരു ഏണിങ്സ് മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പോൾ ഇനി ഇതിൽ കൂടുതൽ ഏണിങ്സ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മളുടെ എത്രത്തോളം നമ്മൾ ഫോക്കസ് ചെയ്യുന്നു അതനുസരിച്ചിരിക്കും. അതായത് ഇപ്പം ഞാൻ വേറൊരു ജോബ് ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ എനിക്ക് 2-3 ജോബ് അറ്റ് എ ടൈം ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അഫിലിയേറ്റിൽ നമ്മൾ ഒബ്വിയസ്ലി നമുക്ക് സമയം കണ്ടെത്താൻ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷേ നിങ്ങൾ മറ്റു ജോലികളിൽ തിരക്കില്ല എന്നുണ്ടെങ്കിൽ അഫിലിയേറ്റിൽ നിങ്ങൾക്ക് സമയം കണ്ടെത്താം, ഫോക്കസ് കൊണ്ടുവരാം, അതനുസരിച്ച് നിങ്ങൾക്ക് ഏൺ ചെയ്യാനും പറ്റും. അപ്പോൾ ഞാനിപ്പോൾ പറയുന്നത് ഇമ്പാക്റ്റ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ഇമ്പാക്റ്റിൽ കുറേയേറെ ബ്രാൻഡുകളുണ്ട്. ഓരോ ബ്രാൻഡിനെയും നമുക്ക് സൈനപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ അഫിലിയേറ്റ് അസോസിയേറ്റായിട്ട് പ്രവർത്തിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇപ്പോൾ എനിക്കൊരു ഒരു പ്രോഡക്റ്റ് പിന്നെ പ്രൊമോട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ക്രിയേറ്റ് ആൻഡ് ഷെയർ ലിങ്ക്. ഇവിടെ ഞാൻ ഏത് കമ്പനിയുടെയാണോ ഉദ്ദേശിക്കുന്നത്, അപ്പോൾ നെയിം ചീപ്പ് എന്ന് പറയുന്ന കമ്പനിയുടെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഞാൻ ആ നെയിം ചീപ്പിൻ്റെ നെയിം ചീപ്പിൻ്റെ സൈറ്റിൽ പോയിട്ട് ഏത് ലാൻഡിംഗ് പേജിലേക്കാണോ നമ്മുടെ ക്ലയൻറ്റിനെ കൊണ്ട് കാണിക്കുന്നത്. ഇപ്പോൾ ക്ലയൻറ്റ് അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് ചോദിക്കുന്നത് വേർഡ്പ്രസ് ഹോസ്റ്റിംഗ്, നിങ്ങളുടെ കയ്യിൽ ബെറ്റർ വേർഡ്പ്രസ് ഹോസ്റ്റിങ്ങിൽ ഏതാണ് നല്ലതെന്നൊരു അഭിപ്രായം ചോദിച്ചു നോക്കുക. അപ്പോൾ തന്നെ ഞാൻ ഈ വേർഡ്പ്രസ് എന്ന് പറയുന്ന ഇതിൻ്റെ URL കോപ്പി ചെയ്തിട്ട്, ഇപ്പോൾ ഇതിന് താഴെ ഇവിടെ ഡീറ്റെയിൽസ് ഉണ്ട്, സെർവറിൻ്റെ കോസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇത് കോപ്പി ചെയ്തിട്ട് impact.com വന്നിട്ട് ഇവിടെ ലാൻഡിംഗ് പേജിൻ്റെ അവിടെ കോപ്പി ചെയ്യും, എന്നിട്ട് ക്രിയേറ്റ് എന്ന് കൊടുക്കും. അപ്പോൾ എന്തായി, അതിന് താഴെ അക്കൗണ്ട് ലിങ്ക് ക്രിയേറ്റ് ആവും. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം കോപ്പിയായി. ഈ കോപ്പി ചെയ്ത ലിങ്കിന് ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയാസ് വഴി, അല്ലെങ്കിൽ ഞാൻ ഡയറക്റ്റ് വാട്സപ്പ് വഴിയോ മറ്റോ ഒക്കെയാണ് അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ അയച്ചിട്ട് കൺവേർട്ടായി വരുമ്പോൾ എനിക്ക് ഒരു പ്രോഡക്റ്റ് സെല്ല് ചെയ്ത് വരുമ്പോൾ
മിനിമം ഒരു 2000 അല്ലെങ്കിൽ 1500 ആ റേഞ്ചിൽ നമുക്ക് പേയ്മെൻറ്റ് കൊണ്ടിരിക്കും. ഇപ്പോൾ അഫിലിയേറ്റിൽ തന്നെ ഹൈ ടിക്കറ്റും ഉണ്ട്, ലോ ടിക്കറ്റും ഉണ്ട്, അല്ലെങ്കിൽ ഒരു മിഡിൽ ടിക്കറ്റ്, അങ്ങനെ അതായത് നമ്മുടെ ഇൻകത്തിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന കമ്മീഷൻ അനുസരിച്ച് നമുക്കതിനൊരു ഹൈ വാല്യൂ അഫിലിയേറ്റ് പ്രോഗ്രാം എന്നൊക്കെ നമ്മൾ തരം തിരിച്ച് പറയാറുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ചെയ്യുന്ന എല്ലാം അത്രയും ഹൈ ടിക്കറ്റ് സെയിൽസ് അല്ല. ഇതെല്ലാം ഞാനൊരു സാധാരണ നിലയിൽ ഞാൻ ചെയ്യുന്ന വെബ് ഡിസൈൻ അല്ലെങ്കിൽ ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് ചെയ്ത് കൊടുക്കുന്ന അവർക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ റെഫർ ചെയ്ത് കൊടുക്കാറുള്ളൂ. അപ്പോൾ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ഉപയോഗിക്കാത്തൊരു പ്രൊഡക്റ്റിനെ അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിൽ യൂസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് കുറേയേറെ ബുദ്ധിമുട്ടുകൾ വരും. പക്ഷേ നമുക്ക് ഉറപ്പുള്ളൊരു കാര്യത്തിന് നമുക്ക് റെഫർ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് അത്രയും പ്രോബ്ലം ഇല്ല. നമുക്കറിയാമല്ലോ, നല്ല പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിലേ നമ്മൾ റെഫർ ചെയ്യുള്ളൂ. അപ്പോൾ എൻ്റെ കസ്റ്റമേഴ്സിന് ഞാൻ ചെയ്തു കൊടുക്കുന്നത് യൂട്യൂബിൽ ഞാൻ കോണ്ടൻറ്റ് ഇട്ടിട്ടുണ്ട്. അത് കൂടുതലും ഇ-കൊമേഴ്സിനെ കുറിച്ചിട്ടാണ്, അല്ലെങ്കിൽ വെബ്സൈറ്റ് ബിൽഡിങ്ങിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇതുപോലെ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലെ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോയുടെ ലിങ്കിലും ഇതുപോലെ ലിങ്കുകളുണ്ടാവും. അപ്പോൾ ഇതിൽ പലപ്പോഴും നമുക്ക് സെയിൽസ് നടക്കുന്നത് ഇങ്ങനെയുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് വരുന്ന ആൾക്കാർ മുഖേനയാണ്, അല്ലെങ്കിൽ അതുവഴിയാണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതല്ലാതെ നമുക്ക് ഏതെങ്കിലും രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബ്ലോഗോ അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയ ഹാൻഡിൽസോ നല്ല റീച്ചുള്ള നമ്മളുടെ ഓഡിയൻസ്, ഇത് ഇഷ്ടപ്പെടുന്ന ഓഡിയൻസ് ആയിരിക്കണം. ആരെങ്കിലും കിട്ടിയിട്ട് കാര്യമില്ല. ഈ നമ്മൾ സെല് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രൊഡക്റ്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഓഡിയൻസ് ആയിട്ടുള്ള സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് നമുക്ക് വേണം. അങ്ങനെയുള്ളിടത്തും നമുക്കിത് ഉപകാരപ്പെടും. അപ്പോൾ ഒരു രീതിയാണ് യൂട്യൂബിലൂടെ കണ്ടൻറ്റ് ഇട്ടിട്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നമ്മളിപ്പോൾ ലിങ്ക് കൊണ്ടിടുന്നത്. ഞാനിപ്പോൾ കാണിച്ചത് നേരത്തെ കോപ്പി ചെയ്ത ലിങ്ക് ഇതുപോലെ നമുക്കൊന്ന് പേസ്റ്റ് ചെയ്തിട്ട് ബൈ നൗ എന്ന് പറയാം. എന്നിട്ട് നമുക്ക് ആ വീഡിയോയിൽ മെൻഷൻ ചെയ്യാം, ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പോയാൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം എന്നുള്ളത്. അപ്പോൾ ഈ ലിങ്ക് വഴി വാങ്ങുന്ന ആർക്കും ഇതൊരു നഷ്ടം ഉണ്ടാവുന്നില്ല. എന്നാൽ അവരറിയാതെ നമുക്കൊരു ചെറിയ കമ്മീഷൻ കിട്ടുന്നുണ്ട്. അതൊരിക്കലും അവർക്ക് ഒന്ന് നഷ്ടപ്പെട്ടിട്ട് നമുക്ക് എക്സ്ട്രാ കമ്പനി കമ്മീഷനായിട്ട് തരുന്നതല്ല. അവർക്ക് കിട്ടുന്ന സെയിലിൽ നിന്ന് ഒരു പാർട്ട് നമുക്ക് കമ്പനി കമ്മീഷനായിട്ട് തരുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇങ്ങനെയാണ് ഞാൻ ബേസിക്കായിട്ട് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യുന്നത്. ഇനി ഇങ്ങനെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യാതെ വേറെ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതിന് നമുക്ക് സ്വന്തമായിട്ടൊരു വെബ്സൈറ്റ് വേണം. ഇവിടെ ഞാനൊരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റ്, അല്ലെങ്കിൽ ഈസി ഇ-കൊമേഴ്സ് എന്ന് പറയുന്നൊരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഇതിൽ ആക്ച്വലി ഞാനിതൊരു വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെയാണ്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. ഇതിൽ ഇ-കൊമേഴ്സിനെ കുറിച്ചിട്ടുള്ളൊരു ബ്ലൂ പ്രിൻറ്റ് 3 hours ലൈവായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്താൽ മതി. ഇതിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഇ-കൊമേഴ്സിനെ കുറിച്ചിട്ടുള്ള എൻഡ് ടു എൻഡ് കാര്യങ്ങൾ ഒരു 3 hours നമ്മൾ ലൈവായിട്ട് തന്നെ പറഞ്ഞ് സംസാരിച്ച് തരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് എന്ന് പറയുന്നതും എൻ്റെ അഫിലിയേറ്റ് സൈറ്റാണ്. ഇത് ഞാൻ റീസെൻ്റ്ലി സ്റ്റാർട്ട് ചെയ്തതാണ്. ഇതിനകത്ത് ഞാൻ ഉദ്ദേശിക്കുന്നത് വർക്ക്ഷോപ്പുകളും അതുപോലെ ട്രെയിനിങ് പ്രോഗ്രാംസും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇ-കൊമേഴ്സ് മെൻറ്ററിങ്ങും ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഈ പറഞ്ഞ പോലെ പ്രൊഡക്റ്റ് സെല്ലിങ്, അതായത് അഫിലിയേറ്റ് ആയിട്ടുള്ള സെല്ലിങ് ചെയ്യാനുമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി എങ്ങനെ നിങ്ങൾക്കൊരു അഫിലിയേറ്റ് സ്റ്റാർട്ട് ചെയ്യാം? അപ്പോൾ നിങ്ങൾക്കൊരു അഫിലിയേറ്റ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മളുടെ മൈൻഡ് സെറ്റ് നല്ലതായിരിക്കും. ആ മൈൻഡ് സെറ്റ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് എന്ത് പ്രോഡക്റ്റാണ് സെല് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമ്മൾ ആദ്യം അറിയണം. അപ്പോൾ ഞാനിപ്പോൾ കാണിച്ചത് ഇമ്പാക്റ്റ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമാണ്. ഇമ്പാക്റ്റിൽ നിങ്ങൾക്ക് ചിലപ്പം നിങ്ങളുടെ ഇൻട്രസ്റ്റുള്ള പ്രോഗ്രാംസ് കാണണമെന്നില്ല. ഇതിൽ കൂടുതലും ഡിജിറ്റലും ടെക്നിക്കൽ സോഫ്റ്റ്വെയർ അതുപോലെയുള്ള സാധനങ്ങളാണ് ഇതിൽ കൂടുതലും പ്രൊമോട്ട് ചെയ്യുന്നതിന് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് മറ്റ് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ മറ്റ് അഫിലിയേറ്റ് മാർക്കറ്റ് പ്ലേസുകളും ഇതിലുണ്ട്. അതെന്താണെന്നുള്ളതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് സൈനപ്പ് ചെയ്തിട്ട് ഓരോ പ്രോഗ്രാമിനും അഫിലിയേറ്റ് ചെയ്യാം. അവിടെ പല മെഡിസിൻസ് ഉണ്ട്, പല ട്രെയിനിങ് പ്രോഗ്രാംസ് ഉണ്ട്. ഇപ്പോൾ ചിലരുടെയൊക്കെ ട്രെയിനിങ് പ്രോഗ്രാംസിലേക്ക് ഒരാളെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1 ലക്ഷം രൂപ വരെ കിട്ടുന്നതൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് അത് കോൺഫിഡൻ്റ് ആവണം. അതായത് ആ പ്രൊഡക്റ്റ് സെല് ചെയ്യാൻ നമ്മളും ഒരു കോൺഫിഡൻ്റ് ആയിരിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും.
ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ചെയ്യുന്നത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇനി ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാൻ എനിക്ക് ഉള്ളത്, ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഞാൻ ഇപ്പോൾ യൂട്യൂബ് ത്രൂ തന്നെയാണ് കൂടുതൽ എനിക്ക് ട്രാഫിക്ക് കിട്ടുന്നത്. അതിൽ ഒരുപാട് ഞാൻ മിക്കവാറും എല്ലാ മാസവും എന്തെങ്കിലുമൊക്കെ ഒരു 5,000 10,000 ഒക്കെ കിട്ടാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വന്നിട്ടാണ് ഞാൻ ചെക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് പേയ്മെൻറ്റ് അപ്പോൾ തന്നെ കിട്ടില്ല. ഓരോ പേയ്മെൻറ്റും നമുക്കിവിടെ ത്രെഷോൾഡ് എമൗണ്ട് ഉണ്ട്. നമുക്ക് എത്ര രൂപയാകുമ്പോൾ വിഡ്രോ ചെയ്യണം എന്നൊക്കെ നമുക്കിവിടെ കണ്ടീഷൻസ് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഓരോരുത്തരും അവരവരുടെ കപ്പാസിറ്റി അനുസരിച്ചുള്ള വിഡ്രോയിലായിരിക്കും കൊടുക്കുക. 10,000 രൂപ അല്ലെങ്കിൽ 15,000 രൂപ, അങ്ങനെ ഓരോന്നും കൊടുക്കാറുണ്ട്. എനിക്കിവിടെ പേയ്മെൻറ്റ് കിട്ടിയിരിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. ചില തീമുകൾ പർച്ചേസ് ചെയ്യുമ്പോൾ 2,000 അറൗണ്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ 500 കിട്ടിയിട്ടുണ്ട്. 1,000 സംതിങ് ഉണ്ട്. പിന്നെ 2 റിവൈസ്ഡ്. ഇത് എനിക്ക് അക്കൗണ്ടിലേക്ക് വരുമ്പോൾ, അതായത് നമ്മുടെ അക്കൗണ്ടിലേക്ക് 1,700 രൂപ വന്നതിൻ്റെയാണ് ഈ റെഡ് മാർക്ക്. അതിൽ ഈ 760 എന്നുള്ളത് അവർ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അവർ പിടിക്കുന്ന ചാർജാണ്. അതുപോലെ ഇങ്ങനെ ചെറിയ എമൗണ്ടും വലിയ എമൗണ്ടും ഒക്കെ ആയിട്ട് പല എമൗണ്ടുകളും എൻ്റെ അക്കൗണ്ടിൽ ഇതേപോലെ വന്നിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ ഇമ്പാക്റ്റ് ത്രൂ മാത്രം ചെയ്യുന്നതാണ് കേട്ടോ. ഇമ്പാക്റ്റിൽ കൂടാണ് എനിക്ക് ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളത്. ഈ ഇമ്പാക്റ്റിൽ തന്നെ ഞാൻ അത്ര ആക്റ്റീവ് അല്ല. ഇനി മറ്റു ഹൈ ടിക്കറ്റ് സെയിൽസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഉറപ്പായിട്ടും നിങ്ങൾ ഒരു ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുക, എന്നിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുക. ശരിക്കും അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് നല്ല സാധ്യതയുള്ളൊരു കാര്യമാണ്. പക്ഷേ അതിനെക്കുറിച്ചിട്ട് പഠിക്കാൻ നിങ്ങൾ റെഡി ആവണം. അഫിലിയേറ്റിനെ കുറിച്ചിട്ട് എനിക്ക് ബേസിക്കായിട്ട് പറയാൻ ഇത്രേ പറ്റുള്ളൂ. ഇനി നമുക്കിതിൽ കണ്ടൻറ് ക്രിയേഷൻ ചെയ്യുന്നതും അതുപോലെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് അതിനെ SEO ചെയ്യുന്നതും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയണമെന്നുണ്ട്. അതൊക്കെ ഞാൻ യൂട്യൂബ് വീഡിയോയിലൂടെ തന്നെ പറയാം. അപ്പോൾ ഇതുപോലുള്ള കണ്ടൻസിന് വേണ്ടിയിട്ട് നിങ്ങൾ യൂട്യൂബിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇതുപോലെ തന്നെ കണ്ടൻസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. അപ്പോൾ താങ്ക് യു.